വിവാഹ ജീവിതം പരാജയപ്പെടുന്നതിൽ മുഹൂർത്ത ദോഷത്തിന്റെ പങ്കെന്ത്? നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോ റിസർച്ചിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും ഹൈന്ദവ വിവാഹങ്ങൾക്ക് മുഹൂർത്തം നിർണ്ണയിക്കുവാനായി മാതാപിതാക്കൾ ജ്യോത്സ്യനെ സമീപിക്കാറുണ്ട്. അപ്പോൾ സമീപിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത്, ജ്യോത്സ്യരെ, ഞങ്ങൾക്ക് ഇന്ന മാസത്തിൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു മുഹൂർത്തം വേണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് ജ്യോത്സ്യനെ കാണാൻ വരുന്നത്. ആ കാലഘട്ടം അവർക്ക് വിവാഹത്തിന് ഉത്തമമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മാസത്തിൽ പരമാവധി ഒരു 5 ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ മുഹൂർത്ത നക്ഷത്രമാണോ, ആ നക്ഷത്ര ദിവസം ആ വധൂവരന്മാർക്ക് വിവാഹം കഴിക്കാൻ ഉത്തമമാണോ, ആ ദിവസങ്ങളിൽ അവരുടെ ജാതകമനുസരിച്ച് വിവാഹ മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നതിന് ഉത്തമമായ ദിവസമാണോ, ആ ദിവസം വിവാഹ മുഹൂർത്തമുണ്ടോ, മുഹൂർത്തത്തിന് ഉത്തമമായ സമയം ഏത് തിരഞ്ഞെടുക്കണം, ഇതിനുള്ള സ്വാതന്ത്ര്യമൊന്നും പലപ്പോഴും ജ്യോത്സ്യന് കിട്ടാറില്ല. അവർ വരുന്നത്, ജ്യോത്സ്യരെ ഒരു ഞായറാഴ്ച ദിവസം ഉച്ച സമയത്തോടുകൂടി ഒരു മുഹൂർത്തം വേണം എന്നുള്ള ആവശ്യവുമായിട്ടാണ്. ഒരു വർഷത്തിൽ വളരെ കൃത്യമായ ഉത്തമമായ വിവാഹ മുഹൂർത്തങ്ങൾ ഒരു 6-7 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും ഇവർ ഏറ്റവും നല്ല, ഏറ്റവും കൂടിയ ഓഡിറ്റോറിയത്തിൻ്റെ ഒഴിവുള്ള ദിവസവും നോക്കി, ഒരു ഞായറാഴ്ചയെ നോക്കിയാണ് ജ്യോത്സ്യൻ്റെ അടുത്ത് വരുന്നത്. ജ്യോത്സ്യരെ, ഇന്ന ദിവസം ആ ഓഡിറ്റോറിയം ഒഴിവുണ്ട്, അന്ന് ഞായറാഴ്ചയാണ്, അന്ന് വിവാഹത്തിനൊരു മുഹൂർത്തം വേണമെന്ന്. അന്ന് വിവാഹ മുഹൂർത്തത്തിന് അനുയോജ്യമായ നക്ഷത്രമാണോ, മറ്റു മുഹൂർത്ത ദോഷങ്ങളുള്ള ദിവസമാണോ, മുഹൂർത്തം എടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണോ, ഈ ജാതകർക്ക് വിവാഹത്തിന് ഉത്തമമായ അനുയോജ്യമായ കാലഘട്ടമാണോ എന്നൊന്നും തന്നെ പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും പലപ്പോഴും ജ്യോത്സ്യന് ലഭിക്കാറില്ല. അപ്പോൾ പലപ്പോഴും പല ജ്യോത്സ്യന്മാരും അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ജ്യോത്സ്യരെ, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ പോരെ എന്ന്. അപ്പോൾ അത് മുഹൂർത്ത ദോഷത്തിൽ ചടങ്ങ് നടത്തി പരിഹാരം ചെയ്യുന്നത് വിഷം കഴിച്ചിട്ട് ചികിത്സിക്കുന്നത് പോലെയാണ്. കൂടുതൽ ദോഷമൊന്നും ഉണ്ടാകാതെ ഇരിക്കുവാനായി വിവാഹ മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വേണ്ട സാവകാശത്തോടുകൂടി ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ തന്നെ ചടങ്ങ് നടത്തുക. അത് ഞായറാഴ്ച തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ പലപ്പോഴും മുഹൂർത്ത നിയമങ്ങൾ തെറ്റിക്കേണ്ടതായി വരുന്നു. പലപ്പോഴും ജ്യോത്സ്യനെ പ്രലോഭിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനാക്കുന്നു. അങ്ങനെ തെറ്റായ മുഹൂർത്തത്തിൽ വിവാഹം നടത്തുകയും അതുമൂലം കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ജ്യോതിഷത്തെ വളച്ചൊടിച്ച് തെറ്റായ മുഹൂർത്തം വരുന്നവരുടെ ആഗ്രഹപ്രകാരം കുറിച്ചു കൊടുത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജ്യോത്സ്യന്മാരും നിരവധിയുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ജ്യോതിഷൻ്റെ സേവനം തേടുകയും മുഹൂർത്ത ദിവസങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജ്യോത്സ്യൻ്റെ അഭിപ്രായം കൂടി മാനിക്കുകയും കുറച്ച് സാവകാശം എടുത്താണെങ്കിൽ കൂടിയും ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷറി ആയിട്ടുള്ള ഓഡിറ്റോറിയം കിട്ടിയില്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും ക്ഷേത്രത്തിലോ അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങളിലോ വെച്ച് ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടത്താൻ ശ്രമിക്കുക. പരമാവധി മുഹൂർത്ത ദോഷങ്ങൾ ഒഴിവാക്കി നല്ല മുഹൂർത്തം നൽകുവാൻ ജ്യോത്സ്യനോട് നിർദ്ദേശിക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.